എനിക്ക് എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് സ്വപ്നം മാത്രമല്ല ഒരു വാശി ആണ്. എനിക്ക് നാടിനെ നന്നാക്കണം. നമ്മളൊരു ഡിപ്പെൻഡൻറ്റ് വൾണറബിൾ വീക്ക് സ്റ്റേറ്റ് ആയിട്ട് മാറി അതല്ല നമുക്ക് വേണ്ടത്. നമ്മളെ കുട്ടികളെ എക്സ്പോർട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ് ആവാൻ പാടില്ല. നോക്കൂ, ഇന്നത്തെ ലോകത്തിൽ നിക്ഷേപം വരുന്നത് ടാലൻ്റ് ഉള്ള സംസ്ഥാനത്തിലേക്കായിരിക്കും, ടാലൻ്റ് ഉള്ള രാജ്യത്തിലാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോസ് ടു വെയർ ടാലൻറ്റ് ഇസ്, ടാലൻറ്റ് ഗോസ് ടു വെയർ ദ ഓപ്പർച്യൂണിറ്റീസ് ആർ. ഇതാണ് ഫോർമുല ഫോർ എനി പബ്ലിക് സർവൻറ്റ്, എനി ഗവൺമെൻറ്, എനി ഹെഡ് ഓഫ് ഗവൺമെൻറ്. ഇതാണ് എക്കണോമിക് ഫോർമുല. നമ്മുടെ നാട്ടിൽ നിക്ഷേപം വരുന്നില്ല. ടാലൻറ്റ് നമ്മളുടെ നാട്ടിൽ നിന്ന് അവസരം തേടി പുറത്തു പോകുന്നു. ആ ടാലൻറ്റ് ഹൈദരാബാദിലാണ്, സിംഗപ്പൂരിലാണ്, മലേഷ്യയിലാണ്, ദുബായിലാണ്, മറ്റു വേറെ രാജ്യത്തിലാണ്. നമ്മളുടെ ടാലൻറ്റ് ഈ നാട്ടിൽ നിന്ന് പോയാൽ എന്ത് കസരത്ത് ചെയ്താലും ഇക്കണോമിക് ആക്ടിവിറ്റി ഇവിടെ ഉണ്ടാവില്ല. ഇതാണ് ഫാക്റ്റ്. അപ്പോൾ ടാലൻറ്റിനെ നർച്ചർ ചെയ്യണം. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല റിഫോംസ് കൊണ്ടുവരണം. നല്ല സ്കൂളുകളെല്ലാം മോഡേൺ ആക്കണം. സ്കൂളിൽ വൊക്കേഷണൽ ട്രെയിനിങ്ങും സ്കില്ലിംഗ് കൊണ്ടുവരണം. കുട്ടികൾ 6ാം സ്റ്റാൻഡേർഡ്, 7ാം സ്റ്റാൻഡേർഡ്, 8ാം സ്റ്റാൻഡേർഡ് മുതൽ AI മറ്റ് ടെക്നോളജി എല്ലാം പഠിക്കണം. വൊക്കേഷണൽ ട്രെയിനിങ് കിട്ടണം. കോളേജസിൽ പഴയ പോലെ ക്ലാസ് റൂം ടീച്ചിങ് പോരാ. എല്ലാ കോളേജസിലും നല്ല മോഡേൺ ലാബ്സ് ഉണ്ടാവണം. ഇൻഡസ്ട്രി ലിങ്ക്ഡ് ലാബ്സ് ഉണ്ടാവണം. ഇൻഡസ്ട്രി ലിങ്ക്ഡ് ഇന്റേൺഷിപ്പ് ഉണ്ടാവണം. ഇൻഡസ്ട്രി ലിങ്ക്ഡ് സ്കില്ലിംഗ് ഉണ്ടാവണം. ഇതെല്ലാം ചെയ്തില്ലെങ്കിൽ നമുക്ക് ടാലന്റ് പൂൾ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളെ കുട്ടികളെ ടാലന്റ് ആക്കി മാറ്റാൻ ഇത് മിനിമം റിക്വയർമെന്റാണ്. ആരാണെങ്കിലും ഇപ്പോൾ പോകുന്നത്, കുട്ടികൾ ഇവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് പോകുന്നതിന് അവർ അച്ഛൻ്റെ അടുത്ത് നിന്ന് കാശ് വാങ്ങിച്ച് കമ്പനി ജോയിൻ ചെയ്യുന്നു ഫോർ ഇന്റേൺഷിപ്പ്. പേ ദ കമ്പനി. അപ്പോൾ അതല്ല വേണ്ടത്, ഇൻഡസ്ട്രി ലിങ്ക്ഡ് ലാബ്സ് ആണ് വേണ്ടത്. ഒരു ഉദാഹരണം ഞാൻ പറയണേ. 6 കൊല്ലം മുമ്പേ UPന്റെ സ്ഥിതി എന്തായിരുന്നു? ഇവിടെ താമസിക്കുന്ന ഒരു മലയാളിയോട് ഉത്തർപ്രദേശിനെ കുറിച്ച് ചോദിച്ചാൽ, അയ്യോ ഡക്കോയിറ്റ്, റേപ്പ്, ലോലെസ്നെസ്, ഒരു ഇൻഡസ്ട്രി ഇല്ല, ഒന്നുമില്ല, ബീമാറു സ്റ്റേറ്റ് എന്നല്ല പേര്. ഇന്ന് നോർത്ത് ഇന്ത്യൻ്റെ ഏറ്റവും വലിയ ഡേറ്റാ സെൻറ്റർ, ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ഹബ്ബ്, സർപ്ലസ് ബഡ്ജറ്റ്, വാരാണസി പോലെ സ്ഥലത്ത് IBMന്റെ AIന്റെ വലിയൊരു സെൻറ്റർ വരുന്നു. എന്താണ് മാറ്റം? അതേ UP. ഓൺലി ഡിഫറൻസസ് ഈ ഇക്കണോമിക് ഗ്രോത്തും ഈ ഇക്കണോമിക് പ്രയോറിറ്റിയും ഈ ടാലൻറ്റും ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ പ്രയോറിറ്റിയാണ്. അപ്പോൾ കേരളത്തിന് അങ്ങനെ മാറ്റം, ഞാൻ UP ആക്കി മാറ്റണമല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. നമ്മളെ കുട്ടികൾക്ക് നല്ല ഒരു സോളിഡ് ബേസ് ഓഫ് എഡ്യൂക്കേഷൻ സ്കില്ലിംഗ് ഇവിടെ കിട്ടി അവരെ ടാലൻ്റ് ആക്കണം, വേൾഡ് ക്ലാസ് ടാലൻ്റ് ആക്കണം. എന്നിട്ട് ആ ടാലൻറ്റ് കണ്ടിട്ട് ഇവിടെ വലിയ വലിയ കമ്പനീസ് വന്ന് അവർ സെറ്റപ്പ്. ഇവിടുന്ന് 500 കിലോമീറ്റർ ദൂരം ബാംഗ്ലൂർ, 600 കിലോമീറ്റർ ദൂരം ബാംഗ്ലൂർ ഞാൻ സാങ്ഷൻ ചെയ്ത ആപ്പിളിൻ്റെ ഏറ്റവും വലിയ ഫാക്ടറി വരുന്നത്. 2021 നമ്മൾ 85% മൊബൈൽ ഫോൺസ് ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രിയാണ്. ഇന്ന് വി ആർ ഇമ്പോർട്ടിങ് 0.something ആൻഡ് എക്സ്പോർട്ടിങ് $20 billion a year. അപ്പോൾ ആ ഫാക്ടറി ഇവിടെ എന്തുകൊണ്ട് വരുന്നില്ല? നമ്മൾ മാനുഫാക്ചറിങ്, നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ജോബ് റെവല്യൂഷനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇൻവെസ്റ്റ്മെൻറ്റ് റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യണം. അതാണ് എൻ്റെ സ്വപ്നം. അതിനു വേണ്ടി ഒരു പോളിസി ഫ്രെയിം വർക്കും ഒരു ഗവൺമെൻറ്, നോക്കുകൂലിൻ്റെ ഗവൺമെൻറ് ഇവിടെ ഇന്ന് അതൊന്നും വരില്ല. മനസ്സിലായില്ലേ? ഇൻവെസ്റ്റേഴ്സ് ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. ടാലൻറ്റും ഉണ്ട്, ഒരു സപ്പോർട്ടീവ് ഗവൺമെൻറ്റും ഉണ്ട്. എന്തുകൊണ്ട് ഗൂഗിളിൻ്റെ ഡേറ്റാ സെൻറ്റർ ആന്ധ്രാപ്രദേശിൽ പോകുന്നു? എന്തുകൊണ്ട് മൈക്രോണിൻ്റെ സെമി കണ്ടക്ടർ ഫാബ്, ഞാൻ സാങ്ഷൻ ചെയ്യുന്ന ഫാബ്, ഗുജറാത്ത് പോകുന്നു? കാരണം അവിടുത്തെ ലോക്കൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അവർക്ക് സബ്സിഡി കൊടുക്കുന്നു. ടാക്സ് സബ്സിഡി, ലാൻഡ് സബ്സിഡി, ഇലക്ട്രിസിറ്റി സബ്സിഡി, വാട്ടർ സബ്സിഡി ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സബ്സിഡി. അതിന് കൊടുക്കാൻ കഴിയണം, ഫൈനാൻഷ്യൽ പവർ വേണം. അപ്പോൾ എന്ത് കൈൻഡ് ഓഫ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ കമ്പനീസിനെ നമുക്ക് കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റും, ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്താൽ? എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിന്റെ ഫ്യൂച്ചർ ഇക്കണോമിക് മോഡൽ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അൾട്രാ ഹൈടെക് മാനുഫാക്ചറിങ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ, അതിൽ AI, സെമി കണ്ടക്ടർ ഡിസൈൻ, ഇലക്ട്രോണിക്സ് ഡിസൈൻ, ടൂറിസം, വെൽനെസ് ടൂറിസം, അത് പിന്നെ ഫുഡ് ആൻഡ് ഫുഡ് പ്രോസസ്സിങ്. ഇത് പറയുന്നത് വലിയ ന്യൂക്ലിയർ സയൻസ് ഒന്നല്ലേ. നമ്മൾ തൊട്ടടുത്ത് തായ്ലൻഡ് നോക്കിയാലോ, ഇന്തോനേഷ്യ നോക്കി, അവരെല്ലാം ഇക്കോണമി നടക്കുന്നത് ഇതുപോലെയാണ്. ടൂറിസം, ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി, പിന്നെ ചില ലൈറ്റ് മാനുഫാക്ചറിങ്. നമുക്ക് അതിനെ കൂടുതൽ ചെയ്യാം. ഒരു നല്ല ഗ്രോയിങ് ഇക്കണോമിക് മോഡൽ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ഡെറ്റ് ഹാസ് ഗ്രോൺ അപ്പ് 4 times, GSDP ഹാസ് ഗ്രോൺ ഓൺലി 2 times. ഡെറ്റ് ഇസ് നോട്ട് ബാഡ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ്റെ ഡെറ്റ് വർദ്ധിച്ചിട്ടുണ്ട്, ഡെറ്റ് അല്ല ഇഷ്യൂ, പക്ഷേ ഡെറ്റ് സർവീസ് ആണ് ഇഷ്യൂ. ഇന്ന് സ്റ്റേറ്റിന്റെ 100 രൂപേന്റെ റവന്യൂവിൽ 92.5 പോകുന്നത് ഡെറ്റ് സർവീസിനും പെൻഷൻസിനാണ്. GSDP ഡെറ്റിനെക്കാട്ടും കൂടുതൽ സ്പീഡിൽ ഗ്രോ ചെയ്തില്ലെങ്കിൽ ഡെറ്റ് ബിക്കംസ് എ ബ്രേക്ക് ഓൺ ഗ്രോത്ത്. അതാണ് ഇവിടെ നടക്കുന്നത്. ഒരു സംസ്ഥാനവും മുമ്പോട്ട് പോകാൻ പറ്റില്ല. 92.5% കമ്മിറ്റഡ് ആണ്. റവന്യൂ എല്ലാം വരുന്നത് അതിന് 92.5% നമുക്ക് തൊടാൻ പറ്റില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ പിന്നെ എന്ത് ഡെവലപ്മെൻറ്റാണ് നടക്കുക? അതുകൊണ്ടല്ലേ ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ കാശില്ല. ഇന്ന് കോസ്റ്റൽ ഏരിയയിൽ പുലിമുട്ട് ഉണ്ടാക്കാൻ കാശില്ല. ഇവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ കാശില്ല. ഒരു ഓൺട്രപ്രനർ സബ്സിഡി കൊടുക്കാൻ കാശില്ല. അതിനൊരു കാരണമുണ്ട്.
ദർ ഇസ് നോ ഫിസിക്കൽ ഹെഡ് റൂം ഇൻ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ബഡ്ജറ്റ്. ഡെറ്റിന് പലിശ കൊടുക്കണ്ടേ? അത് ഫ്രീ അല്ലല്ലോ. ആ പലിശ ആര് കൊടുക്കും? സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല കൊടുക്കേണ്ടത്. എവിടുന്ന് കൊടുക്കും? റവന്യൂ അല്ല കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു ക്രീപ്പിംഗ് ടൈം ബോംബാണ്. ഇത് മനസ്സിലാക്കാൻ ആർക്കും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ വിവാദം ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഡിസ്കഷൻ അങ്ങ് ആ ഡയറക്ഷനിൽ പോകണം. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള കണക്ക് എന്റെ അടുത്ത് ഇല്ല. എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സ്റ്റേറ്റിന്റെ എൻറ്റയർ എക്സ്പെൻസിന്റെ 20 to 30% മാത്രം എന്തോ ഇൻട്രസ്റ്റ് പേയ്മെന്റ് വരുന്നുള്ളൂ എന്നാണ് എന്റെ ഓർമ്മ. അത് വലിയ ഹൈ 38% ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയ. പിന്നെ അതിന്റെ ഒപ്പം പ്രിൻസിപ്പൽ പേയ്മെന്റ് ഉണ്ട്. ഡെറ്റ് വാങ്ങുമ്പോൾ, ഡെറ്റ് എടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഡെറ്റ് സർവീസ് എന്ന് പറയുമ്പോൾ. ഒന്ന് പലിശ, ആ കടത്തിന്റെ പ്രിൻസിപ്പളും മടക്കി കൊടുക്കണ്ടേ? അതും കൊടുക്കേണ്ടത് ഈ കാശ് കൊണ്ടല്ലേ. അപ്പൊ അവിടെയാണ് താങ്കൾ പറഞ്ഞ ആ ഒരു വലിയൊരു നമ്പറിലേക്ക്. ഇങ്ങനെ നോക്കൂ, ഒരു ബേസിക് കോർപ്പറേറ്റ് ഒരു ഫൈനാൻസ് ഫിലോസഫിയാണ്, താങ്കൾക്ക് അറിയാതെ. Debt, if growth of debt is low, is higher than the growth in revenues and growth in profit and EBITDA, that means you have a problem. Debt trap. That's a debt trap. അതെ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ആക്ച്വലി നമ്മൾ ഇതിനെ കുറിച്ച് പറയേണ്ടത്, ഞാൻ പോളിറ്റിക്സ് ആയിട്ട് പറയല്ല, ഒരു പോൺസി സ്കീമാണ്. ഇന്ന് ഈ സർക്കാരിന് എവിടെയെങ്കിലും ചെലവാക്കണമെങ്കിൽ കാശ്, മറ്റൊരു കാര്യത്തിൽ നിന്ന് കാശ് എടുത്തിട്ട് മാത്രമേ ചെലവാക്കാൻ പറ്റുള്ളൂ. സോ യു ഹാവ് ടു ടച്ച് സം അതർ ബഡ്ജറ്റ് ഐറ്റം ടു സ്പെൻഡ് ഹിയർ. ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ. കുടിവെള്ള പ്രശ്നം. ഇന്നും കേരളം എന്ന സ്റ്റേറ്റ് 48% ഹൗസ് ഹോൾഡ്സ് കുടിവെള്ളമില്ല. ഈ ജൽജീവൻ മിഷൻ, ഞാൻ മന്ത്രിയായിരുന്നേ, ജൽജീവൻ മിഷൻ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ കേരളത്തിന് പിന്നിൽ എത്രയോ സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു കുടിവെള്ളത്തിന്റെ ഈ മെട്രിക്കിൽ. ഇന്ന് അവരെല്ലാം 100% ആണ്. കേരളം ഇപ്പോഴും 55%, 53%. അത് നമ്മൾ മാറ്റണം. 70 years ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഒരു ബേസിക് ജനമാവകാശം കുടിവെള്ളത്തിന് ജനങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് വലിയ മോശം ഒരു ഇഷ്യൂ ആണ്. രണ്ടാമത്തത് ഹെൽത്ത് ഇൻഷുറൻസും ഹെൽത്ത് സെക്യൂരിറ്റിയും ഭയങ്കര മോശമായ സിറ്റുവേഷൻ. ഞാൻ വീണ ജോർജിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ PM ആയുഷ്മാൻ പോലെ ഒരു ഇൻഷുറൻസ് സ്കീം, 70 വയസ്സിന് മേലെ എല്ലാവർക്കും ഫ്രീ 5 lakh മെഡിക്കൽ ഹെൽത്ത് കെയർ, ഇത് നിർബന്ധമായി ചെയ്യേണ്ടതാണ്. കാരണം സീനിയർ സിറ്റിസൻസിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചെയ്യുന്നില്ല. കാരണം ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് അവരുടെ ഇൻസ്റ്റാൾമെൻറ്റ് കാശ് കൊടുക്കാൻ കാശില്ല. പക്ഷേ ഹെൽത്ത്, ഫുഡ്, ഡ്രിങ്കിങ് വാട്ടർ, ദീസ് 3 ആർ ബേസിക്. ഞങ്ങളുടെ പ്രയോറിറ്റി ഇതാണ്. ഇത് ചെയ്ത് 5 കൊല്ലത്തിൽ ഇത് 100% ചെയ്തു കൊടുക്കണം. ഇവിടെ കേരളത്തിൽ പട്ടിണി ഫ്രീ ഒരു രാജ്യമാണ്. നമ്മൾ ദാരിദ്ര്യം ഫ്രീ എന്നെല്ലാം പറയുന്നുണ്ട്. അതൊക്കെ അക്കാഡമിക് ആണ്. ഒരു എക്സൽ സ്പ്രെഡ്ഷീറ്റ് ആരോ എന്തോ ഡേറ്റ കയറ്റുന്നു. പക്ഷേ ഭക്ഷ്യസുരക്ഷ, ആരോഗ്യ സുരക്ഷ, ഈ കുടിവെള്ളം, ഒരു ബേസിക് മിനിമം നമ്മൾ ചെയ്യണം. അതിൻ്റെ ഒപ്പം ഈ ജോബ് റെവല്യൂഷൻ, ഇക്കണോമിക് എക്സ്പാൻഷൻ, ഞാൻ പറഞ്ഞ പോലെ മറ്റു കാര്യങ്ങൾ ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ മുമ്പോട്ട് വയ്ക്കും. ഒരു ന്യൂ തിങ്കിങ് ഫോർ എ ന്യൂ വികസിത് കേരളം, അതാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഗവർണൻസിനെ പറ്റി കൂടി സംസാരിക്കാനാണെങ്കിൽ, ഇന്ന് ഒരു സെൻട്രൽ സ്റ്റേറ്റ് ടെൻഷൻ നിലനിൽക്കുന്നുണ്ട് എന്ന് കറന്റ് ഗവൺമെന്റ് അവകാശപ്പെടുന്നുണ്ട്. കിട്ടേണ്ട വരുമാനം കിട്ടുന്നില്ല, ബോറോയിങ്ങിന്റെ പുറത്ത് സീലിംഗ് വെച്ചു എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ബെറ്റർ ആകും. അത് നിങ്ങൾ മുന്നിലേക്ക് വെക്കുന്ന പ്രൊപ്പോസിഷനാണ്. ഈ ഫെഡറൽ ഡെമോക്രസിയിൽ ഈ കോൺഫ്രണ്ടേഷനസ് പൊളിറ്റിക്സിന് അതിന്റെ വിക്ടിംസ്, വീരകൾ ആരാണ്? സാധാരണക്കാരാണ്. ഈ പൊളിറ്റീഷ്യൻസ് ആരും സഫർ ചെയ്യില്ല. സാധാരണ ജനങ്ങളാണ് അതിൻ്റെ ഇരകൾ. അപ്പോൾ കോൺഫ്രണ്ടേഷൻ പൊളിറ്റിക്സിൻ്റെ സമയമല്ല. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എപ്പോഴും പറയും, ഇത് വാറിൻ്റെ കാലമല്ല, കോൺഫ്രണ്ടേഷൻ്റെ കാലമല്ല, ഇത് ഡെവലപ്മെൻറ്റിൻ്റെ കാലമാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുക. ഓക്കെ, പൊളിറ്റിക്സ് നമുക്ക് ചെയ്യാം. എല്ലാ 5 കൊല്ലം ഉണ്ടല്ലോ ഒരു പൊളിറ്റിക്കൽ സൈക്കിൾ, അപ്പോൾ ചെയ്യാം. പക്ഷെ 5 കൊല്ലം നമ്മൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി ചെയ്യുക, അതിനു വേണ്ടി കോഓപ്പറേറ്റ് ചെയ്യുക. അതിന് ഗുണം ജനങ്ങൾക്ക് കിട്ടും. ജനങ്ങൾക്ക് ഗുണം കിട്ടുകയാണെങ്കിൽ ക്രെഡിറ്റ് അവർ 50% നിങ്ങൾക്ക് തരും, 50% നിങ്ങൾക്ക് തരും. ഓക്കെ, ഈ 100% ക്രെഡിറ്റ് എടുക്കാൻ ഓടുമ്പോഴാണ് പ്രോബ്ലം. മനസ്സിലായില്ലേ? ഇഫ് യു ആൻഡ് ഐ ആർ ജോയിന്റ് വെഞ്ചർ പാർട്ട്നർ, നമ്മൾ സക്സസ്ഫുള്ളി ഒരു പ്രോജക്റ്റ് ചെയ്തു, ആർക്കും ഗുണം ചെയ്തു, എന്നിട്ട് ഞാൻ അതിൻ്റെ 100% ക്രെഡിറ്റ് എടുക്കാൻ നോക്കിയാൽ പിന്നെ അവർ പാർട്ട്ണർഷിപ്പ് വിൽ ഫ്രാക്ചർ. അതല്ല ചെയ്യേണ്ടത്. കിട്ടുന്ന ക്രെഡിറ്റ് നിങ്ങൾ എടുക്കുക, മറ്റേ ക്രെഡിറ്റ് ഞങ്ങൾ എടുക്കുക. അതാണ് സെൻട്രൽ ഗവൺമെന്റ് ചോദിക്കുന്നത്.